So in this video we will be discussing on the topic electrochemistry. So എന്താണ് electrochemistry? Electrochemistry എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, study of the relationship between electrical energy and chemical energy, right? Electrochemical reactions. എന്താണ് electrochemical reactions? രണ്ട് കാറ്റഗറീസ് ആണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസിൽ വരുന്നത്. ഒന്ന്, ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുവാണ്, അതിനെ നമ്മൾ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും. അതേപോലെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻസ് ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസ്, അതിനെയും നമ്മൾ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ ഓഫ് chemical change by electrical energy, it is also an electrochemical reaction, as well as the conversion of chemical energy to electrical energy, അതിനെയും that is generation of electricity by spontaneous redox reactions, അതിനെയും നമ്മൾ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ് പറയുന്നത്. ഇനി ആദ്യം പറഞ്ഞ കാറ്റഗറി പ്രൊഡക്ഷൻ ഓഫ് എ കെമിക്കൽ ചേഞ്ച് ബൈ ഇലക്ട്രിക്കൽ എനർജി, അതിനെ നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇലക്ട്രോലിസിസ് എന്ന് പറയാറുണ്ട്. ഇനി ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോലൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. സോ അത് പറയുന്നതിന് മുന്നേ ഞാൻ ഇലക്ട്രോകെമിക്കൽ സെൽസിൻ്റെ കാര്യം പറഞ്ഞാലോ, അത് കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ ഇത്, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഡിഫറൻസ് നോക്കാം. ഓക്കെ, മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ്. മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ്, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ്, മെറ്റാലിക് കണ്ടക്ടേഴ്സ് അല്ലേ? ഇങ്ങനത്തെ രണ്ട് കാറ്റഗറീസ് ഓഫ് കണ്ടക്ടേഴ്സിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. എന്താണ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്? ഇലക്ട്രിക്കൽ കറന്റ് ഇസ് carried by mobile electrons. മൊബൈൽ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ഇലക്ട്രിക്കൽ കറണ്ടിനെ നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക് കറണ്ട് ക്യാരി ചെയ്യുന്നത് അയോൺസ് ആണ്. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഒരിടത്ത് അയോൺസ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ മറ്റൊരിടത്ത് ഇലക്ട്രിക്കൽ കറണ്ട് ക്യാരി ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഒരു ഡിറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്നത് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. അതായത് ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി കാരണം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്നതിന്റെ റിസൾട്ടിലാണ് ഇലക്ട്രിക് കറണ്ട് പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പ്രോട്ടോൺസ് എന്താണ്, സ്റ്റേഷനറി ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അങ്ങനെയല്ല. ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ പോസിറ്റീവ് ചാർജ് കാഥോഡിലേക്കും നെഗറ്റീവ് അയോൺസ് ആനോഡിലേക്കും പോകും. ഓക്കെ, അയോൺസിന്റെ മൊബിലിറ്റി അല്ലേ അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് അയോൺസിന്റെയും കാര്യം പറയണം, നെഗറ്റീവ് അയോൺസിന്റെ മൊബിലിറ്റിയുടെ കാര്യവും പറയണം. സോ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് അയോൺസ് കാഥോഡിലേക്കും നെഗറ്റീവ് അയോൺസ് ആനോഡിലേക്കും മൂവ് ചെയ്യും. അതുപോലെ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ കെമിക്കൽ ചേഞ്ച് ഇൻവോൾവ് ചെയ്യത്തില്ല. ഇവിടെ ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ഓംസ് ലോ ഫോളോ ചെയ്താണ് നമ്മുടെ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഓംസ് ലോ ഫോളോ ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിൽ കൂടും, പക്ഷെ ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ഓപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ഫാരഡേസ് ലോ ഫോളോ ചെയ്യത്തില്ല. ഇലക്ട്രോലൈറ്റ്സ് എന്ത് ചെയ്യും? ഫാരഡേസ് ലോയും ഫോളോ ചെയ്യും. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സും, റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സും ആണ്. ഓക്കെ, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, രണ്ടിടത്ത് മൊബിലിറ്റി കാരണമാണ് അത് ഇലക്ട്രിക് കറണ്ട് അങ്ങനെയാണ് പോകുന്നത്. ഓംസ് ലോ ഒരു കോമൺ ആയിട്ട് പറയാം. പിന്നെ കെമിക്കൽ ചേഞ്ച് എന്താണ്, നമ്മുടെ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിൽ കെമിക്കൽ ചേഞ്ച് ഇല്ല. ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ നമ്മുടെ അയോൺസ് എന്താ ഓക്സിഡൈസ് ആവുന്നുണ്ട്, അതായത് അവിടെ കെമിക്കൽ ചേഞ്ച് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഇതാണ്. മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ അവിടെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് ഇലക്ട്രിക് കറണ്ട് ക്യാരി ആവുന്നത്. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ അവിടെ അയോൺസിന്റെ മൊബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ടാവും. പോസിറ്റീവ് അയോൺസ് കാഥോഡിലേക്കും നെഗറ്റീവ് അയോൺസ് ആനോഡിലേക്കും. ഓപ്പോസിറ്റ് ഉള്ള കേസിൽ അവിടെ നെഗറ്റീവ് അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് അയോൺസ് സ്റ്റേഷനറി ആയിരിക്കും. നമ്മുടെ ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കൂടെ ഫ്ലോ ചെയ്യും, പക്ഷെ അവിടെ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ പ്രോട്ടോണ് പോസ് ചെയ്ത് നിൽക്കും, അതായത് മൊബിലിറ്റി ഒന്നും ഉണ്ടാവില്ല.
ഇനിയാണ് ആക്ച്വലി നമ്മുടെ കണ്ടന്റിലേക്ക് മെയിൻ കണ്ടന്റിലേക്ക് വരുന്നത്, വിച്ച് ഇസ് ഇലക്ട്രോകെമിക്കൽ സെൽ. എന്താണ് ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ? അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇലക്ട്രോകെമിക്കൽ സെൽസ് 2 ടൈപ്പാണ് ഉള്ളത്, ഇലക്ട്രോലിറ്റിക് ആൻഡ് ഗാൽവാനിക്. ഇലക്ട്രോലിറ്റിക് ആൻഡ് ഗാൽവാനിക്. ഫസ്റ്റ് ഇലക്ട്രോലിറ്റിക്. അപ്പോൾ ജനറലി വാട്ട് ഇസ് എൻ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് ചോദിച്ചാൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഈ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് മെറ്റാലിക് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും, ഇലക്ട്രോലൈറ്റ് അയണിക് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, 2 ടൈപ്സ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽസ് ആണ് നമ്മൾ നോർമലി കാണുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ദി അതർ വൺ ഇസ് ഗാൽവാനിക് സെൽ. ആദ്യം ഗാൽവാനിക് സെല്ലിനെ പറ്റി പറയാം. ഗാൽവാനിക് സെല്ലിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ ഒരു ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും കാണും. ആൻഡ് ഓവറോൾ റിയാക്ഷനിൽ നമ്മുടെ ഡെൽറ്റ ജി അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ 0 ആയിരിക്കും, അതായത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇലക്ട്രോലിറ്റിക് സെൽസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആയിരിക്കും. അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടാവും, ആ ഒരു പ്രോസസ്സ് ഗോ ഡൗൺ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടാവും. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ ഹാഫിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഓക്സിഡേഷനും റിഡക്ഷനും രണ്ടിടത്ത് ഒരുപോലെ ആയിരിക്കും, പക്ഷേ നമ്മുടെ ഡെൽറ്റ ജി അല്ലെങ്കിൽ നമ്മുടെ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അതാണ് ജനറൽ ആയിട്ട് ഇലക്ട്രോകെമിക്കൽ സെല്ലും ഗാൽവാനിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഇൻ ഡീറ്റെയിൽ നോക്കും കേട്ടോ. ആദ്യം നമുക്ക് ഇലക്ട്രോലിറ്റിക് സെല്ല് നോക്കാം. അപ്പൊ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഈ ഗാൽവാനിക് സെല്ലിനെയാണ് നമ്മൾ ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ തന്നിട്ടുള്ളൂ, അത് ഇലക്ട്രോലിറ്റിക് ആണോ ഗാൽവാനിക് ആണോ എന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ ജനറലി ഗാൽവാനിക് സെൽസിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറയാറുള്ളത്. ഇലക്ട്രോകെമിക്കൽ സെൽസ് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽസ് എന്നൊക്കെ പറയുന്നത് ഗാൽവാനിക് സെല്ലിനെയാണ്. നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലിനെ ഒരിക്കലും അങ്ങനത്തെ പേരുകളിൽ പറയത്തില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് കോൾഡ് ആസ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെല്ലിലെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്തായിരിക്കും റിയാക്ഷൻസ് നടത്തുന്നത്. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ എന്താണ് ഇലക്ട്രിസിറ്റി നമ്മൾ ആ റിയാക്ഷൻ നടത്തി അല്ലെങ്കിൽ ആ സെല്ല് വെച്ച് റിയാക്ഷൻ നടത്തി നമ്മൾ ഇലക്ട്രിസിറ്റീനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു, ഇലക്ട്രോകെമിക്കൽ സെല്ലെന്നും ഇലക്ട്രോലിറ്റിക് സെല്ലെന്നുമാണ് പറഞ്ഞത്. പക്ഷെ ഓൺ കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സെൽസിനെ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഇലക്ട്രോലിറ്റിക് ആൻഡ് ഗാൽവാനിക്. പക്ഷെ ഗാൽവാനിക് സെല്ലിനെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഇലക്ട്രോകെമിക്കൽ സെല്ലെന്നും വിളിക്കാറുണ്ട്. ആദ്യം നമുക്ക് ഇലക്ട്രോലിറ്റിക് സെല്ല് നോക്കാം. സോ ഇലക്ട്രോലിറ്റിക് സെല്ലിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇലക്ട്രോഡ്സ് നമ്മളൊരു ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രോഡ്സ് എന്നിട്ട് കറണ്ട് അപ്ലൈ ചെയ്യുന്ന വെച്ച് ഇലക്ട്രോഡ്സിലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. സൈമൾട്ടേനിയസ് ആയിട്ട് റിഡക്ഷനും ഓക്സിഡേഷനും നടക്കും. ഈ മൂവ്മെന്റ് എങ്ങനെയാണ് ആ ഇലക്ട്രോലൈറ്റിലുള്ള മൊബിലിറ്റി അയോൺസിന്റെ മൊബിലിറ്റി വെച്ച് അല്ലെങ്കിൽ പൊളാരിറ്റി വെച്ച് ഏത് ഹാഫിലേക്കാണോ പോകേണ്ടത്, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ അങ്ങനെ നടന്ന് പോകും. ഇപ്പം ഇവിടെ ഞാൻ NaCl ആണ് എടുത്തിട്ടുള്ളത് ഇലക്ട്രോലൈറ്റ് ആയിട്ട്. Na കാഥോഡിലേക്കും ക്ലോറിൻ ആനോഡിലേക്കും പോകും അല്ലേ. 2 സെല്ല് ഒരു സൊല്യൂഷൻ, സൊല്യൂഷൻ എന്നൊന്നും നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയിൽ പറയരുത്, ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറയുള്ളൂ കേട്ടോ. ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ 2 ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കണക്റ്റഡ് വിത്ത് ആൻ ഇലക്ട്രോലിറ്റിക് സെൽ, കണക്റ്റഡ് വിത്ത് എ സെൽ. ഈ ടോട്ടൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇനി ഇലക്ട്രോലിസിസ് ഓഫ് NaCl ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോലിസിസ് ഓഫ് NaCl. NaCl നമുക്കറിയാം ഒരു ടെമ്പറേച്ചറിന് മോൾട്ടൺ ആക്കി ഈ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ഒരു സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് എന്താ സംഭവിക്കേണ്ട, ഈ ഇലക്ട്രോലൈറ്റിൽ നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോഡിയം അയോൺസ് കാഥോഡിലേക്കും ക്ലോറിൻ അയോൺസ് ആനോഡിലേക്കും പോകും. സോഡിയം അയോൺസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് സോഡിയം മെറ്റലിനെ റെഡ്യൂസ് ചെയ്ത്, അതായത് അവിടെ റിഡക്ഷൻ ഹാഫ് ആണ് സോഡിയം നടത്തുന്നത്, ക്ലോറിൻ ഓക്സിഡേഷൻ ഹാഫ് നടത്തും. എങ്ങനെയാണ് സോഡിയം കാഥോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സോഡിയം അയോൺ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത്
മെറ്റലിനെ റെഡ്യൂസ് ചെയ്ത് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ ക്ലോറിൻ അയോൺസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്ലോറിൻ അയോൺസ് ലൂസ് ചെയ്ത എന്താണ് നമ്മുടെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ആനോഡിൽ കൂടെ ലിബറേറ്റ് ചെയ്യും. ഇതാണ് നടത്തുന്നത്. അതായത് സോഡിയം ആണ് നമ്മുടെ റിഡക്ഷൻ ഹാഫിനെ പ്രൊസീഡ് ഔട്ട് ചെയ്യുന്നത്, ക്ലോറിൻ ഓക്സിഡേഷൻ ഹാഫിനെ. അപ്പൊ ടോട്ടൽ റിയാക്ഷൻ പറയുന്ന സമയത്ത് സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും, ക്ലോറിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. അതാണ് നടക്കുന്നത്. ഓക്കെ, യെസ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി, അതായത് ഇലക്ട്രോലിസിസ് ഓഫ് NaCl സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Na ആൻഡ് ക്ലോറിൻ അയോൺസ് അപ്പാർട്ട് ആവും. H+ ആൻഡ് OH- സ്ലോ അയണൈസേഷൻ ഓഫ് വാട്ടർ കാരണം സെപ്പറേറ്റ് ആവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 പോസിറ്റീവ് അയോൺസും കാഥോഡിലേക്കും 2 നെഗറ്റീവ് അയോൺസ് ആനോഡിലേക്കും പോവും. കാഥോഡിൽ H+ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുവാണെങ്കിൽ ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്ത് ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പേജ് സ്ക്രീൻഷോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക ചെയ്യുക. ഓക്കെ, ഇലക്ട്രോലിസിസ് ഓഫ് NaCl ആണ്. ഇത്രയും ഷോർട്ടാക്കി, ഇനി ഇതിനെ കാട്ടിയും ഷോർട്ടാക്കാൻ പറ്റത്തില്ല, ഇത്രയും ഷോർട്ടാക്കി വെൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടാണ്. സോ ഹോപ്പ് യു ഇറ്റ്സ് ക്ലിയർ. വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് എന്താണ് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെ ഒക്കെ ചാർജ് മനസ്സിലാക്കി എങ്ങോട്ട് പോവും, എന്താണ് സംഭവിക്കുന്നത്, റിഡക്ഷൻ ഓക്സിഡേഷൻ നടക്കുന്നു, സിമ്പിളാണ്.